പ്രവാസകൾക്ക് ശിക്ഷയും നൽകിക്കൊണ്ട് കടന്നുപോകുന്ന ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന സുദിനം. ക്രിസ്തുവിന്റെ കടന്നുപോകലിന്റെ നിത്യസ്മരണയ്ക്കായി സ്ഥാപിച്ച അഭിമന്യ പിതാവെ, ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർമാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സന്യാസ സഹോദരി സഹോദരത്തിന്റെ സുവർണ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ദിനത്തിൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുവെക്കുന്ന പുരോഹിതർ തങ്ങളുടെ പൗരോഹിത്യ നവീകരണം പരിക്രമം ചെയ്യാൻ ഉപയോഗിച്ച രക്ഷാകര ബലിയുടെ
പിതാവേ, സഹകാർമ്മികരായ വൈദിക സഹോദരന്മാരെ, സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വളരെ സന്തോഷകരമായ സുദിനമാണെന്ന് കോട്ടപ്പുറം രൂപതയിലെ വൈദികരും രൂപതയിലെ മക്കളും ഒരുമിച്ചെന്ന് ബലിയർപ്പിക്കുന്നു. വൈദികരെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഇന്ന്. വിശുദ്ധ ജോൺ ബോൾ പപ്പ പറഞ്ഞതുപോലെ പരിശുദ്ധ കുർബാനയും വൈദികനും അഭേദ്യമായ ബന്ധമുള്ളവരാണ്. കുർബാനയെ തൻ്റെ ഹൃദയത്തിലും കരങ്ങളിൽ വഹിക്കുന്ന ഈ വൈദികരെല്ലാവരെയും ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലിയർപ്പിക്കാം. വീട്ടിൽ റെസ്റ്റിലാണ്. അതോടൊപ്പം തന്നെ ഈ വർഷം ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ 2 വൈദികരെ, ആന്റണി കുരിശികളച്ചനെയും ജോയി കലർക്കലച്ചനെയും ഏറ്റവും നമ്മൾ എല്ലാവരുടെയും പേരിൽ നമുക്ക് നേർന്നുകൊണ്ട് ഈ ബലി നമുക്ക് അർപ്പിക്കാം. ദൈവത്തോടും സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാൻ വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാൻ എന്നെ അയച്ചിരിക്കുന്നു. പ്രതിവചന സങ്കീർത്തനം. അങ്ങയുടെ
എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അക്കാലത്ത് യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. ഒരു സാബത്ത് ദിവസം അവൻ പതിവ് പോലെ സിനഗോഗിൽ പ്രവേശിച്ചു. വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യാ പ്രവാചകന്റെ ചുരുൾ അവന് നൽകപ്പെട്ടു. ചുരുൾ നിവർത്തിയപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഭാഗം അവൻ കണ്ടു: കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, എന്തെന്നാൽ ദരിദ്രരെ സദ്വാർത്ത അറിയിക്കാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും പ്രഘോഷിക്കാനും അടിച്ചമർത്തപ്പെട്ടവരെ മോചനത്തിലേക്ക് നയിക്കാനും കർത്താവിന്റെ പ്രസാദവത്സരം പ്രഘോഷിക്കാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ചുരുൾമൂടി ശുശ്രൂഷകരെ ഏൽപ്പിച്ചതിനു ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവനിൽ തറച്ചിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ ലിഖിതം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. പിതാവേ, ബഹുമാനപ്പെട്ട ഓയിസ്റ്റ് പ്രൊവിൻഷ്യ ജോഷച്ച, വികാരി ബഹുമാനപ്പെട്ട റോക്കി റോബേച്ച, നമ്മുടെ രൂപതയിൽ എപ്പിസ്കോപ്പൽ വികാരി മൊസ്ലിം സെബാസ്റ്റ്യൻ യാക്കോബി, ഒക്കാം സഭയുടെ കുമിസാരി കുര്യാക്കോസിച്ച, കർത്തലൂർ സഭയുടെ ഡെലഗേറ്റ് പീറ്റർ എക്സൻ പീറ്റർച്ച, കേരള CBC ഡെപ്യൂട്ടി സെക്രട്ടറിയും കേരള CC ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ ജിജു അറക്കത്തറ, കൊറോണ വികാരിച്ചമാരെ, സുപ്പീരിയേഴ്സ്, ഫാദേഴ്സ്, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരിമാരെ, വാത്സല്യ കുഞ്ഞുമക്കളെ, ആദ്യമായിട്ട് ഒരു നന്ദി വാക്ക് പറയുകയാണ്. നമ്മുടെ സെബാസ്റ്റ്യൻ കുറിച്ച് കോട്ടപ്പുറം രൂപതയിൽ സുഖകരമായ സേവനം ചെയ്തുകൊണ്ട് വിവിധ തലത്തിൽ കോട്ടപ്പുറം രൂപതയുടെ നന്മയ്ക്ക് വേണ്ടി ധീരമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. മെയ് മാസം മോൺസിഞ്ഞർ ഇവിടെ നിന്ന് മാറിപ്പോവുകയാണ്. ഇന്ന് നമ്മൾ തൈല പരികർമ്മ ബലിയാണ് അർപ്പിക്കുക. മാമോദീസായിട്ടും രോഗിലേപനത്തിനും അഭിഷേകത്തിനുമുള്ള തൈലങ്ങൾ ആശീർവദിക്കുന്നു. ദിവസം ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പേരുകരായി സഭയ്ക്ക് വേണ്ടി സന്തോഷത്തോടെ നിങ്ങൾ ഏറ്റെടുത്ത ദിവ്യമായ കർത്തവ്യങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ പരിത്യജിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനോട് അപകാരം ഐക്യപ്പെടുവാനും അനുഭവപ്പെടുവാനും സന്നദ്ധരാണോ? പ്രതിഫലിച്ച് കൂടാതെ ആത്മാക്കളോടുള്ള തീഷ്ണതയാൽ മാത്രമേ നിർവാഹകരായും വിശുദ്ധ കർത്തവ്യങ്ങളുടെ പ്രബോധകരായും വിശ്വസ്തയോടെ വ്യാപരിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണോ? ഇപ്പോൾ അഭിമന്യ പിതാവ് ദൈവജനത്തോട് തൻ്റെ പുരോഹിതർക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നു. മക്കളെ, നിങ്ങളുടെ പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ അവരുടെ കർത്താവ് തൻ്റെ നന്മ സമൃദ്ധമായി ചൊല്ലുകയും പ്രധാന പുരോഹിതനായ ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകരായി
രക്ഷയുടെ ഉറവിടമായ അവിടത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവേ ഞങ്ങളെ ശ്രദ്ധിക്കണമേ. ക്രിസ്തുവേ ഞങ്ങളെ കരുണാപൂർവ്വം ശ്രദ്ധിക്കണമേ. കാത്തുസൂക്ഷിക്കുകയും ഇടയന്മാരും അജഗണകളുമായ നമ്മെല്ലാവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ക്രിസ്തു തന്റെ പിതാവിന് തീവ്രമായ സ്നേഹപിതാവായ ദൈവമേ, ഇന്ന് പൗരോഹിത്യ സ്ഥാപനത്തിൽ അങ്ങയുടെ നിത്യപൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ അംബ്രോസ് പിതാവിനെയും ഞങ്ങളുടെ രൂപതയിലെ എല്ലാ വൈദികരെയും ദേവജനത്തെ വിസ്യം നിറച്ച് സ്വർഗീയ ജലസനയിലേക്ക് നയിക്കുവാൻ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിഭവങ്ങളെ അടുത്ത തലമുറകൾക്ക് വേണ്ടി കൂടി സംരക്ഷിക്കുവാനും രാഷ്ട്ര നേതാക്കന്മാർക്ക് പ്രചോദനമേകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വാസദായകനായ ദൈവമേ, ജീവിതത്തിന്റെ പലവിധ സങ്കടങ്ങളാലും ക്ലേശങ്ങളാലും ആകുല ചിത്തരാകുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന സഹോദരി സഹോദരങ്ങൾക്ക് സമാശ്വാസവും സാന്ത്വനവും നൽകി പ്രത്യാശയിലും സന്തോഷത്തിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടരുന്നതിന് പൗരോഹിത്യ സന്യാസ ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾക്ക് പ്രത്യുത്തരമേകാൻ ധാരാളം യുവതി യുവാക്കൾക്ക് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയാനിധിയായ ദൈവമേ, ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരും സാക്ഷികളായി തീരുന്നതിനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗനമായി വ്യക്തിപരമായ നമുക്ക് സമർപ്പിക്കാം. അവിടെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശക്തിപ്പെടുവാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായി സസ്യങ്ങളിൽ നിന്നും എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ തിരുടമായ ദൈവമേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിനെ ഈ തൈലത്തിന്മേൽ ആവഹിപ്പിക്കണമേ. ഈ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്നവരുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ആരോഗ്യം നിലനിൽക്കുമാറാകട്ടെ. അവരുടെ എല്ലാ വേദനകളും രോഗങ്ങളും അസുഖങ്ങളും ഈ തിരുത്തൈലം നിർമ്മാർജ്ജനം ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ തൈലം ഞങ്ങളുടെ ഉപയോഗാർത്ഥം അങ്ങ് പവിത്രീകരിച്ചാലും കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഇട്ടരുടെ എണ്ണമേ.
തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നിവാരണം നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും ആപത്തിൽ നിന്ന് മോചിതരാ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടിന്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ സർവശക്തനായ ദൈവമേ, ഉദാസിയാൽ പരിഭൂഷിതരായവർ ക്രിസ്തുവിന്റെ സുഗന്ധമായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെന്നും ജീവിക്കുവാൻ നമ്മൾ ഈ പ്രാർത്ഥന കീർത്തനമുടേണമേ. ജ്ഞാനസ്നാന സമയത്ത് അർത്തിയുടെ മേൽ ധൈര്യവും ആത്മവീര്യവും നൽകുന്നതിന്റെ പ്രതീകമായി പുരട്ടുന്ന തൈലത്തിന്റെ ആശീർവാദ കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ തൈലത്താൽ അഭിഷിക്തരാക്കപ്പെടുന്ന ജ്ഞാനസ്നാനാർത്ഥികൾക്ക് ധൈര്യവും ആത്മവീര്യവും നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമത്താൽ ശക്തിയാൽ സമ്പൂർണനായി അവർ ക്രിസ്തുവിന്റെ സന്ദേശം ശരിയായി ഗ്രഹിക്കുന്നതിനും തത്വാല അവരുടെ ക്രൈസ്തവ കർത്തവ്യങ്ങൾ തീഷ്ണതയോടെ നിറവേറ്റുന്നതിനും അനുഗ്രഹമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഇപ്പോൾ മാമോദീസ, സ്ഥൈര്യലേപനം, തിരുപ്പട്ടദാനം, മെത്രാഭിഷേകം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന പ്രതിഷ്ഠാതൈലം പരികർമ്മം ചെയ്യുകയാണ്. അഭിമന്യ പിതാവ് ദൈവകൃപാനിറവിന്റെ പ്രതീകമായ ഒലിവെണ്ണയിലേക്ക് ക്രിസ്തീയ പുണ്യമാതുരത്തിന്റെ പ്രതീകമായ സൈത്ത് അഥവാ ബാൾസം എന്ന തൈലം ചേർത്ത് നിശബ്ദമായ പ്രാർത്ഥനയോടെ പ്രതിഷ്ഠാതൈലം ഒരുക്കുകയാണ്. ഇപ്പോൾ തയ്യാറാക്കിയ അഭിഷേചന തൈലം ആശീർവദിച്ച് പൗത്രീകരിക്കണമേ എന്ന് അഭിമന്യ പിതാവ് ഉയർന്ന സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നു. സഹോദരരെ, ഈ പരിശുദ്ധ തൈലം ആശീർവദിച്ച് പവിത്രമാക്കണമെന്ന് സർവശക്തനും പിതാവുമായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതീകമായി അഭിമന്യ പിതാവ് തൈലത്തിന് മുകളിലേക്ക് നിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവെ കടന്നു വരണമേ എന്ന് നമുക്കും ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ അഭിഷേക തൈലം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ കൂടെ ഉപയോഗിക്കേണ്ട
ഇടവരുടെ ഒരു എണ്ണവനത്തിന് ചില കൊണ്ട് അടയാളം നൽകി ലോകത്തിന് സമാധാനം കൈവന്നിരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു. കാലത്തിന് തികവിൽ ക്രിസ്തു സൂചന ദൈവപ്രസാദായകങ്ങളായ അടയാളങ്ങളാൽ പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ ജ്ഞാനസ്നാന ജലധാരയാൽ ഞങ്ങളുടെ പാപങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നു. തൈലലേപനത്താൽ ഞങ്ങളുടെ മുഖകമലം സന്തുഷ്ടവും പ്രസന്നവുമായി ദാസനായ മോസസിനോട് കൽപ്പിച്ചരുളി, സഹോദരനായ അഹ്റോനെ വെള്ളം കൊണ്ട് കഴുകി ഈ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് പുരോഹിതനായി അവരോധിക്കണമെന്ന് ജോർദാൻ നദിയിൽ യോഹന്നാനാൽ സ്നാപനം ചെയ്യപ്പെടുവാൻ അങ്ങയുടെ പ്രിയപ്പെട്ടതെന്ന് ആവശ്യപ്പെട്ടു. അങ്ങ് അവിടുത്തെ മേൽ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ അയച്ചു. ഇത് എൻ്റെ പ്രിയപുത്രനാണെന്ന് പ്രഖ്യാപിച്ചു. തന്റെ പ്രവാചക ദർശനത്തിൽ ദാവീദ് അവിടുത്തെ സഹോദരങ്ങൾക്ക് ബലിയായി അങ്ങയുടെ പ്രിയപുത്രനെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്തതായി പ്രവചിച്ചു. ഈ വിധമെല്ലാം ഈ തൈലത്തിന് മഹത്വം അവിടുന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഇതിന് കൂടുതൽ മഹത്വം കൽപ്പിച്ചറിയായിരുന്നു. ഈ സമയം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികരും വലതുകരമുയർത്തി നിശബ്ദമായി പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. അഭിഷിക്തൻ എന്നർത്ഥമുള്ള ക്രിസ്തു തന്നെ ദിവ്യശക്തി ഈ അഭിഷേക തൈലത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. ഈ തൈലത്തിലാണല്ലോ അങ്ങ് പുരോഹിതന്മാരെയും ഈ തൈലത്താലാണല്ലോ പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും രക്തസാക്ഷികളെ അഭിഷേകം ചെയ്ത് ജ്ഞാനസ്നാനജലത്താൽ പുനർജീവനം പ്രാപിക്കാനായിരിക്കുന്നവർക്ക് സമ്പൂർണ്ണ മുക്തിയും ജീവനും പ്രദാനം ചെയ്ത ഉദാശിയായിട്ട് ഈ അഭിഷേക തൈലത്തെ അങ്ങ് പ്രതിഷ്ഠിക്കുന്നു എന്ന് വ്യക്തമാക്കി ഈ തൈലത്തിന്റെ ആലയബലത്താൽ പ്രഥമ ജന്മത്തിലുള്ള പാപവിനാശങ്ങളിൽ നിന്ന് മുക്തി നേടി പവിത്രീകരിക്കപ്പെടുന്നവരെല്ലാം അങ്ങയുടെ മഹിമാ കോവിലായി തീരുന്നു. അങ്ങേക്ക് പ്രീതിജനകമായ ജീവിതവിശുദ്ധി വഴി ക്രിസ്തീയ സൗരഭ്യം വിതറുമാറാകട്ടെ. ദിവ്യവിലാശ വഴി രാജകീയ പുരോഹിത പ്രവാചക പദവി പ്രാപിച്ചവർ അനശ്വരത വസ്ത്രങ്ങളാൽ അലങ്കൃതരാകട്ടെ. ജലത്താലും പരിശുദ്ധാത്മാവിനാൽ പുനർജന്മം സിദ്ധജീവർക്ക് ഈ അഭിഷേക തൈലം മുക്തിപ്രദായകമായി ഭവിക്കട്ടെ. അതവർക്ക് അനന്ത ജീവിതവും സ്വർഗീയ മഹിമാവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഇപ്പോൾ കൃതജ്ഞതാ പ്രകാശനമാണ്. നമുക്കെല്ലാവർക്കും സ്വസ്ഥമായി ഇരിക്കാം. അഭിമന്യ പിതാക്കന്മാർക്കും എല്ലാ വൈദികർക്കും ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ഒക്കെ നേരുകയാണ്. അതോടെ ശക്തിപ്പെടുത്താനും നമ്മുടേതായിട്ടുള്ള എല്ലാവിധ സഹകരണവും സപ്പോർട്ടും ഈ ദിനത്തിൽ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ഈ ദിനം ഇന്ന് ധന്യമാക്കി തീർക്കാൻ ഈ വിശുദ്ധ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച സഹകാർമ്മികനായിട്ടും തൻ്റെ പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നമ്മെ ധന്യരാക്കും റോക്കി റോബിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ എപ്പിസ്കോപ്പൽ വികാർ, അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ വികാർ ജനറലും ഒക്കെയായിരുന്ന പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ജക്കോബിക്ക് നമ്മുടെ രൂപതയുടെ പേരിലുള്ള നന്ദിയും അതോടൊപ്പം തന്നെ എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും പ്രാർത്ഥന ആശംസകളും ഒക്കെ ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ഓക്കാം സുപ്പീരിയർ ഡെലഗേറ്റ് കുര്യാക്കോസ് ചന്ദനപ്പറമ്പിലച്ഛനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രൂപതയുടെ 5 ഫെർവാന വികാരിമാരായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോസഫ് പളാട്ടുപുറത്തച്ഛൻ, ജോഷി മുട്ടിക്കലച്ഛൻ, പ്രിൻസ് പടവാട്ടുമലച്ഛൻ, ഫ്രാൻസിസ്കോച്ചൻ, ആന്റണി ബിനോയ് അറക്കലച്ച്, എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ രൂപതയിലുള്ള ഇടവുകളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ദൈവജനത്തിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ വിശുദ്ധ കർമ്മങ്ങൾക്ക് അൽത്താര ബാലന്മാരായിട്ട് അൽത്താര ശുശ്രൂഷകരായിട്ട്
സേവനം അനുഷ്ഠിച്ച ഡീക്കൻ കശ്മീർ, അതോടൊപ്പം തന്നെ വികാസ് കോൺവെന്റിലെ സിസ്റ്റേഴ്സിനും വികാസിന്റെ ഡയറക്ടർ ലിജോച്ചനും ഏറെ സ്നേഹത്തോടെ ആത്മാർത്ഥമായി നന്ദി പറയുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടുത്തെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കോട്ടപ്പുറം ഇടവക മക്കൾക്കും പ്രത്യേകമായി നന്ദി പറയുകയും ചെയ്യുന്നു. ഒരു ചെറിയ സ്നേഹവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ദൈവജനത്തിന് നമ്മുടെ വചന കൂടാരത്തിലും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും ബ്രദേഴ്സിനും സന്യാസികൾക്കും വികാസിനുമാണ് ഒരുക്കിയിരിക്കുന്നത്. അതിലും ആശീർവാദം സ്വീകരിക്കാം. പീഡാസനം വഴി സ്നേഹത്തിന് മാതൃക നിങ്ങൾക്ക് നൽകിയ കരുണാസമ്പന്നനായ ദൈവപിതാവ് ദൈവത്തിനും മനുഷ്യർക്കും നിങ്ങൾ സേവനം ചെയ്ത അവിടുത്തെ അനുഗ്രഹത്തിന്റെ അവാച്യമായ ദാനം അനുഭവിക്കുവാൻ ഇടയാകുമാറാകട്ടെ. നിങ്ങൾ അവിടുത്തെ ഉയർത്തിന്റെ ഓഹരിയും പങ്കാളികളാകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ വന്നാൽ ഇന്നും നിലനിൽക്കുമാറാകട്ടെ. പ്രദക്ഷിണമായി സങ്കീർത്തിയിലേക്ക് പോകുന്നു. സഹകാർമ്മികരായ മറ്റെല്ലാ വൈദികരും പൂജാവസ്ത്രങ്ങൾ തങ്ങളുടെ ഇരിപ്പിടത്തിൽ തന്നെ വയ്ക്കുന്നു.